പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ മതത്തിന്റെയും ദീനിന്റെയും പാതയിൽ അടിയുറച്ചു നിന്ന് ക്യാമ്പസുകളിൽ എങ്ങനെ യഥാർത്ഥ പ്രബോധനം നിർവഹിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാകാം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ക്യാമ്പസ് ഇന്ററാക്ഷൻ ആരംഭിക്കുകയാണ്. നേതൃത്വം നൽകുന്നത് താജുദ്ദീൻ സലാഹി, ഹാരിസ് ബിൻ സലീം, സിപി സലീം, സാബിർ നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ക്യാമ്പസ് ഇന്ററാക്ഷൻ. ക്യാമ്പസ് ഇന്ററാക്ഷന്റെ മോഡറേറ്റർ താജുദ്ദീൻ സലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാലത്ത് പ്രൊഫ്കോൺ ഏറ്റവും ജ്വലിച്ചു നിന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു കൂടുതൽ ഫലപ്രദമായ, കൂടുതൽ സമൃദ്ധമായ ഒരു വിഭവമായി ഇത് നമുക്ക് പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. നേരത്തെ എവിടെയോ പറഞ്ഞു മറന്നതുപോലെ പ്രൊഫ്കോണിന്റെ വേദികൾക്ക്, MSMന്റെ സദസ്സുകൾക്ക് മാത്രമുള്ള ചില പ്രത്യേകതകൾ, അത് കാതിനോട് സംസാരിക്കുന്നതിന് പകരം ഖൽബിനോട്, ഹൃദയത്തോട്, മനസ്സിനോട് സംസാരിക്കുന്നു എന്നതാണ്. അത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സ്വയം തീരുമാനിച്ച ആളുകൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ ബോധ്യമായി കാണും. അത്തരമൊരു സെഷനിലേക്കാണ് തീർച്ചയായും നമ്മൾ പ്രവേശിക്കുന്നത്. ലോകം മുഴുവൻ നമ്മൾ മറക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങാൻ തീരുമാനിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിലത് തുറന്നു ചോദിക്കാനുള്ള ഈ അവസരത്തെ, ഈ മഹാസദസ്സിലെ ഈ സംരംഭത്തെ ഇൻഷാ അല്ലാഹ് ഇരു കൈനീട്ടി നിങ്ങൾ സ്വീകരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ സെഷന്റെ വിജയം. ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന എന്റെ സുഹൃത്ത് ഫഹമി ഫറാസിന്റെയോ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ടീമിന്റെയോ മികവോ കഴിവോ അല്ല, മറിച്ച് ഇവിടെ നിന്ന് മൈക്രോഫോണിൽ ഉയരുന്ന ചോദ്യവും അതിന്റെ അനുബന്ധങ്ങളുമായിരിക്കുമെന്നത് ഇവിടുത്തെ മോഡറേറ്റർക്ക് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ ഭാഗത്ത് നമ്മളോട് സംസാരിക്കുന്നത് ഒരു സംസാരത്തിലൂടെയാണ്, ഒരു ഉത്ബോധനത്തിലൂടെയാണ്, ചില തിരിച്ചറിവുകൾ പകർന്നു നൽകുന്നതിലൂടെയാണ് ഈ സെഷൻ, തീർത്തും വ്യത്യസ്തമായി ഈ സെഷൻ ആരംഭിക്കുന്നത്. ഏതുകാലത്തും ഈ സെഷനുകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആ ആമുഖ സംഭാഷണത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്, നമ്മളെ വിളിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഞാൻ മൈക്രോഫോൺ കൈമാറുന്നു. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നാളെ നമ്മളെ ഓരോരുത്തരെ ഒറ്റയ്ക്ക് വിളിച്ച് നമ്മൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും
നമ്മളോട് ചൊല്ലി പറഞ്ഞു തന്ന് നമ്മൾ മറച്ചുവെച്ച നമ്മുടെ രഹസ്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു സെഷനിലാണ് നമ്മൾ ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ലളിതമായ ഒരു ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞാൽ, പുറത്ത് അനേക സമയം കാത്തിരുന്ന് തന്റെ ടോക്കന്റെ സമയമായപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെല്ലുന്ന ധാരാളക്കണക്കിന് പറഞ്ഞു തീരാൻ ഒഴിവില്ലാതെ മരുന്നെഴുതാൻ ഡോക്ടർ കാത്തിരുന്നാലും പറയാനുള്ളതെല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ച് അടക്കി വെച്ച തന്റെ വേദനകളുടെയും രോഗങ്ങളുടെയും കെട്ടഴിക്കുന്ന ഒരു കൺസൾട്ടിംഗ് റൂമിലെ വിനീതനായ ഹൃദയം തുറക്കുന്ന ഒരു പേഷ്യന്റിനെ പോലെ, ഒരു രോഗിയെ പോലെ നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സ് തുറക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ. നിങ്ങൾക്കറിയാം, നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് ഇതാണെങ്കിലും പ്രയോജനപ്രദമായ, കൂടുതൽ പ്രയോജനം നൽകുന്ന മറ്റൊരു വേദി ഈ മഹത്തായ പ്രോഫ്കോണിന്റെ കോമ്പൗണ്ടിലുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും, ഗൈഡൻസ് സെന്റർ. ഒരു പക്ഷേ അവിടെ വരുന്നതോ അവിടെ പറയുന്നതോ ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി പറയുന്നില്ല. വളരെ കുറച്ച് സമയം ഇതിന്റെ മുമ്പത്തെ സമയങ്ങളിൽ അവിടെ ഇരുന്ന് ഒരു 4-5 വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ ഒന്നിച്ചു വായിച്ചെടുത്തൊരു കാര്യമുണ്ട്. ആ മുഖങ്ങളിലെ നിസ്സഹായത, നല്ല ആരോഗ്യവും കുടുംബപരമായ നല്ല പശ്ചാത്തലവും സാമ്പത്തികമായ നല്ല ശേഷിയും ക്യാമ്പസിൽ തരക്കലില്ലാതെ എല്ലാ കുട്ടികൾക്കുമുള്ളിലും മികവ് കാണിക്കുവാനും അവിടുത്തെ വലിയൊരു സ്റ്റാറായി ജീവിക്കുവാനും പറ്റിയ ആളുകൾ വളരെ വിനയത്തോടെ നിസ്സഹായതയുടെ മുഖത്തോടുകൂടെ കയറി വന്ന് കൗൺസിലറുടെ മുമ്പിലെ കസേരയിൽ ഇരിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക അനുഭവമാണ്. കാരണം ജീവിതത്തിലെ എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റി തരണം എന്ന് ഒറ്റയ്ക്ക് പറയാൻ എല്ലാവർക്കുമുണ്ട്. ആരെങ്കിലും ഒറ്റപ്പെട്ടവർക്ക് മാത്രമല്ല. മറ്റൊന്നും ചിന്തിക്കാതെ ഒരാത്മീയമായ നിർവൃതിയിൽ ഇവിടെ ഇരുന്നപ്പോൾ, ഇവിടുത്തെ പ്രസംഗങ്ങളുടെ സ്വാധീനമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഏകാന്തമായി തന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ചെറിയ കുറ്റബോധം, എനിക്കൊന്ന് മാറണം, എനിക്കൊന്ന് മാറാൻ പറ്റുമോ, എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്ന് സ്വയം ചിന്തിച്ച് ഗൈഡൻസ് സെന്റർ അന്വേഷിച്ചു വന്ന ഒരു പിടി നിസ്സഹായർ രക്ഷ തേടി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഗൈഡൻസ് സെന്ററിൽ. ഞാനിത് പറയുന്നത് സഹോദരങ്ങളെ, അത്തരം ഒരു ആത്മവിചിന്തനം നിങ്ങളെല്ലാവരെയും ഒറ്റക്കൊറ്റയ്ക്ക് ഇരുത്തി ഒരു സംസാരം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ സമാനമായ അന്തരീക്ഷങ്ങളിലും കലാലയങ്ങളിലും പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ അത് 1000 ആളുകളുടെ ചോദ്യമാണ്. നമുക്ക് തുറന്ന് ചോദിക്കാം. ഈ അടച്ചിട്ട റൂമിൽ നമ്മൾ എത്ര പേരുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം തുറന്ന ഒരു പരിഹാരത്തിന്റെ അന്വേഷണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 1-2 ചോദ്യങ്ങൾ എന്റെ സുഹൃത്തുക്കളോട് ഈ ഒരു സെഷന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ച എന്റെ പല സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ രൂപീകരിച്ചെടുത്ത എന്റെ മനസ്സിന്റെ ഒരു നിഗമനമാണ്. ഇതിലെ ശരിതെറ്റുകൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ നാം സംസാരിച്ചത് ആരോടാണ്? ഏറ്റവും അധികം നമ്മളോട് സംസാരിച്ചത് ആരാണ്? ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവാം, മാതാപിതാക്കളെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടാകാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അതൊന്നുമല്ല. അതൊക്കെ മാറ്റി നിർത്തി വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ, ഏറ്റവും അധികം നിങ്ങളോട് സംസാരിച്ചത് ആരാണ്? നിങ്ങൾ ഏറ്റവും അധികം സംസാരിച്ചത് ആരോടാണ്? ഉത്തരം ഞാൻ പറയാനിരിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അടുത്തൊരു ചോദ്യം. നമ്മളോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഉത്തരം പറയാൻ നാം വിഷമിച്ചത് ആരോടാണ്? ധാരാളം ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഉത്തരം പറയാൻ നമ്മൾ പ്രയാസപ്പെട്ടത് ആരോടാണ്? ഇതിന്റെ എല്ലാം ഉത്തരം ഒരേ ഒരു ഉത്തരം മാത്രമാണ്. സഹോദരങ്ങളെ, വീണ്ടും ഞാൻ ചോദിക്കുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കുന്നത്. നമുക്ക് പഠിക്കുവാൻ സൗകര്യം ഏർപ്പെടുത്തുന്ന മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തണം, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ സംതൃപ്തിപ്പെടുത്തണം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സംതൃപ്തിപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെട്ടത് ആരുടെ കാര്യത്തിലാണ്? ഇതിന്റെ ഉത്തരം എല്ലാം ഒന്നാണ്. നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, നമ്മുടെ മനസ്സ് എപ്പോഴും സംസാരിക്കുകയാണ്, ശരിയല്ലടോ നീ,
ചെയ്യുന്നത് ശരിയല്ല, നീ പ്രവർത്തിക്കുന്നത് ശരിയല്ല, നീ സംസാരിക്കുന്നത് ശരിയല്ല, നീ നന്ദിയില്ലാത്തവനാണ്, നീ ആലോചിക്കാത്തവനാണ്, നീ വിട്ടിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് തിരുത്താൻ സമയമായില്ലേ. എപ്പോഴും മനസ്സ് നമ്മളോട് ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവാത്ത സമയങ്ങളിലെല്ലാം സഹോദരങ്ങളെ അത്യുച്ചത്തിൽ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ബഹളമയമായ സംസാരങ്ങളെ നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും, എന്നോട് ഏറ്റവും സംസാരിച്ചത് എന്റെ മനസ്സാണെന്ന് നമ്മൾ പറയും. മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മനസ്സിനോടാണ്. കാരണം നമ്മുടെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി മനസ്സ് ചെയ്യണമെങ്കിൽ മനസ്സിനെ പറഞ്ഞു ശരിയാക്കിയെടുക്കണം. നമ്മുടെ ശീലങ്ങൾക്കും നമ്മുടെ മതപരമായ അറിവുകൾക്കും വിരുദ്ധമായ ഒരു പ്രവർത്തനം ക്ലാസ് റൂമിലോ ക്യാമ്പസിലോ ബെഡ്റൂമിലോ വെച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് വഴങ്ങിക്കിട്ടാൻ മനസ്സിനോട് കുറേ നാം സംസാരിക്കണം. എപ്പോഴും സംസാരിച്ച് നമുക്ക് കീഴ്പ്പെടുത്തി എടുത്തുകൊണ്ടാണ് നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധികം നാം സംസാരിച്ചത് നമ്മുടെ മനസ്സിനോടാണ്. നമ്മളോട് ഏറ്റവും സംസാരിച്ചത് നമ്മുടെ മനസ്സാണ്. ഞാൻ ചോദിച്ച ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. സംതൃപ്തിപ്പെടുത്താൻ ഏറ്റവും പ്രയാസം മനസ്സിനെയാണ്. പണം കൊടുത്താലും വൈകാരികതകൾക്ക് മുഴുവൻ കീഴ്പ്പെട്ടു കൊടുത്താലും പറയുന്നതൊക്കെ അനുസരിച്ചാലും മനസ്സ് വീണ്ടും വീണ്ടും പറയും പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ ഏറ്റവും പ്രയാസമുള്ളത് മനസ്സിനെയാണ്. സഹോദരങ്ങളെ, ഈ ഒരു മനസ്സ് ഈ ഇരിക്കുന്ന എല്ലാവർക്കുമുണ്ട്, ഈ സംസാരിക്കുന്ന എനിക്കുമുണ്ട്. എന്തുകൊണ്ടാണ് മനസ്സ് ഇത്രമാത്രം നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് വെറുതെ ഫിലോസഫി പറയുകയോ തത്വശാസ്ത്രം പറയുകയോ എന്നല്ല സഹോദരങ്ങളെ. ലളിത സുന്ദരമായ ഒരു പരിഹാരം നമ്മുടെ മുന്നിലുണ്ട്. വിശുദ്ധ ഖുർആൻ മനസ്സിന്റെ രോഗങ്ങൾക്ക് മരുന്നാണ് ഖുർആൻ. 114 സൂറത്തും അതാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്നൊരു കാഴ്ചപ്പാട് രൂപീകരിച്ചെടുത്താൽ സഹോദരങ്ങളെ, പുതിയൊരു മനുഷ്യനായ നിങ്ങൾ ഈ കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങും. പുതിയൊരു മനുഷ്യനായി മാത്രമേ നിങ്ങൾ തിരിച്ചു നാളെ ക്യാമ്പസിലേക്കും വീട്ടിലേക്കും പോകും. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ നാം മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളോട് പരിചയപ്പെട്ടവരും ഫോൺ ചെയ്തവരും നിനക്കെന്തു പറ്റി എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കും. ആ ഒരു മാറ്റം നമുക്കുണ്ടാക്കി തരാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മവിചിന്തനം കൊണ്ട് നമുക്ക് പറ്റും. ഖുർആന്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് പറ്റും. ഏറ്റവും ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, മനസ്സിങ്ങനെ ഏറ്റവും അധികം മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതാര് പറഞ്ഞു നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. തെറ്റ് പറ്റും എന്ന് ആരാ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. അതായത് അതിശക്തമായ ഒരു സമ്മർദ്ദത്തിന് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെയാണ് യൂസുഫ് നബി എന്ന ചെറുപ്പക്കാരൻ പിടിച്ചത്. ആരാ പ്രലോഭിപ്പിക്കുന്ന അറിയും? തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട വീട്ടമ്മയായിട്ടുള്ള സഹോദരി നിർബന്ധിച്ച് എല്ലാ പ്രലോഭനങ്ങളും, ഒരു അന്യ പുരുഷനെ പ്രലോഭിപ്പിക്കാവുന്ന എല്ലാ പ്രലോഭനങ്ങളും നടത്തിയിട്ട് കീഴ്പ്പെട്ടില്ല. എന്നിട്ട് ബലാത്കാരമായി പിടിച്ചിട്ട് റൂമിലടച്ചു. ഒല്ലിക്കത്തിൽ അബുവാബ് കാലത്ത് ഹൈത്തലത്ത്, വാതിലുകളെ മുഴുവൻ കൊട്ടിയടച്ച് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത ചെറുപ്പക്കാരനെ ബലാത്കാരമായി തന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സ്ത്രീ വാതിലടച്ചിരിക്കുകയാണ്. അവിടുന്ന് കുതറി ഓടുകയാണ്. വിശുദ്ധ ഖുർആനാ പറഞ്ഞത് 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിൽ. കുതറി ഓടുകയാണ് പുറത്തേക്ക്. പുറത്തോട്ട് ഓടുന്ന സമയത്ത് നിരപരാധിയായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുറ്റവാളിയായ ആ സ്ത്രീ നിരപരാധിയുമായി അഭിനയിക്കുകയാണ് യജമാനന്റെ മുന്നിൽ. സംഭവങ്ങൾ നമുക്കറിയാം. എന്നിട്ട് എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ബലാത്കാരങ്ങൾ അതിജീവിച്ച യൂസുഫ് നബി പറയാണ്, തെറ്റിന്ന് ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ തെറ്റുകൾക്ക് വേണ്ടി കൽപ്പിക്കാത്തതാണ് എന്റെ മനസ്സെന്ന് ഞാൻ പറയില്ല. എന്റെ കുറ്റത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ മനസ്സിനെ മാറ്റി നിർത്തുന്നില്ല. അമ്മാറത്തും വിസു, അത്യധികമായി കുറ്റം ചെയ്യാൻ കൽപ്പിക്കും മനസ്സ്. അതാ ഞാൻ പറഞ്ഞ, മനസ്സ് ഏറ്റവും അധികം സംസാരിക്കും നമ്മളോട്. ഒരു കുറ്റം ചെയ്യാൻ, ഒരു അവിഹിതമായ ഒരു നോട്ടം ചെയ്യാൻ, ഒരു അവിഹിതമായ ബന്ധം സ്ഥാപിക്കാൻ രാത്രി 12 മണിക്ക് ഹോസ്റ്റലിന്റെ റൂമിന്റെ പുറത്തിറങ്ങി ഇയർഫോൺ വെച്ച് മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞു പാകപ്പെടുത്തിയെടുത്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മനസ്സ് തിന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ആ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുണ്ട്. അവരെക്കുറിച്ചാണ് ആ വചനത്തിന്റെ അവസാനം പറഞ്ഞത്, എന്റെ റബ്ബ് അനുഗ്രഹം ചൊരിഞ്ഞവർ. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാരുണ്യം എന്താണ് സഹോദരങ്ങളെ?
ഈ തിന്മയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നവൻ കാരുണ്യത്തിലാണ്. എന്തൊരു സന്തോഷമായിരിക്കും ജീവിതത്തിൽ. നിങ്ങൾ ഈ തിന്മകളുടെ പിടുത്തങ്ങളിൽ നിന്ന് മോചനം നേടിയാൽ സഹോദരങ്ങളെ, ഒരു 10 കൊല്ലം ജയിലിൽ കിടന്ന് മോചിപ്പിക്കപ്പെടുന്നവരെക്കാളും ആത്മനിർവൃതി ഈ തെറ്റുകൾ മനസ്സൊന്ന് ഒഴിവായി ആ ചിന്തകളെ കടിഞ്ഞാണിട്ട് നാം സംശുദ്ധമായി ജീവിക്കും നമുക്ക് കിട്ടുന്നത്. അത് അല്ലാഹ് തരേണ്ട ഒരു റഹ്മത്താണ്, അത് കിട്ടണം. യഥാർത്ഥത്തിൽ ഇത്തരം തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം മാത്രമേ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാനും നമുക്ക് സംസാരിക്കാനും അവസരമുണ്ട്. ഒന്ന്, രഹസ്യ ജീവിതമാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. രഹസ്യ ജീവിതത്തിൽ നമ്മുടെ പരസ്യമായി എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു. നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ ലോകത്താണ് നമ്മളെല്ലാവരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാനൊരു ആയത്തോടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, രഹസ്യമാണ് പരിഗണിക്കപ്പെടുക. നാളെ പരലോകത്ത് ഏറ്റവും പ്രധാനം രഹസ്യമാണ്. എല്ലാ രഹസ്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് പരലോകം. പരലോകം എന്ന് പറഞ്ഞാൽ തന്നെ അത് രഹസ്യങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യാനുള്ള ലോകമാണ്. നിങ്ങൾ ആലോചിക്കണം, ആ രഹസ്യങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന ഒരാൾ ഡേറ്റും സമയവും വെച്ച് നമ്മളോട് ചോദിക്കും, ജനങ്ങളിൽ നിന്നും നിങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു. അല്ലേനി പറയണം, ജനങ്ങളിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നു. സഹോദരങ്ങളെ, നാം ചെയ്യുന്ന തിന്മകളെ, അനാശാസ പ്രവർത്തനങ്ങളെ, മാനസികമായ മനസ്സിൽ നിന്ന് നടക്കുന്ന വ്യഭിചാരങ്ങളെ, അവിഹിത പ്രവർത്തനങ്ങളെ ആരും അറിയണില്ല. ജനങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ വിശുദ്ധന്മാരാണ്. എന്നാൽ അല്ലാഹുവിൽ നിന്നും നിങ്ങൾ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഈ ഓഡിറ്റോറിയത്തിൽ കയറിയിരിക്കുന്നത് വരെ സ്വകാര്യ ജീവിതത്തിൽ എന്തെല്ലാം ചോർച്ചകൾ നടന്നിട്ടുണ്ടോ അതൊക്കെ ഒരു വീഡിയോയിൽ പകർത്തിയതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടെ പകർത്തപ്പെട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാനിരിക്കുന്നു. അള്ളാഹു അതെല്ലാം കണ്ടിരിക്കുന്നു. പടച്ചവന് ഇഷ്ടമില്ലാത്ത വാക്കുകളും സംസാരങ്ങളുമായി നിങ്ങൾ രാത്രിയിൽ നടത്തിയ, ഇരുട്ടിൽ നടത്തിയ ഗൂഢമായ ആലോചനകൾക്ക് പോലും അവൻ സാക്ഷിയാകുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നതാണ്. രഹസ്യമായ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ചില അപകടങ്ങളുണ്ട്. ഞാൻ ഒന്ന് വിരലിൽ എണ്ണി പറയാം. ഒന്നാമത്തെ എന്തായാലും സ്വകാര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ വഞ്ചിക്കും. കാരണം സ്വകാര്യത്തിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ആളുകൾ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ആ തെറ്റിൽ നമ്മൾ മുന്നോട്ട് പോകും. ഏത് തെറ്റും ഒരു പരിധി കഴിഞ്ഞാൽ അത് പുറത്തു വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, രഹസ്യമാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് അവസാനം അത് പരസ്യമാകുമ്പോൾ നമ്മുടെ സ്വന്തം അഭിമാനവും നമ്മുടെ മാതാപിതാക്കളുമായുള്ള പരിശുദ്ധമായ ബന്ധവും നമ്മുടെ ജീവിതവും എല്ലാം തകർത്തെളിയുന്ന ഒരു വഞ്ചനയാണ്. ഒരു വഞ്ചനയിൽ നമ്മളെ എത്തിക്കാൻ രഹസ്യ ജീവിതത്തിന് പറ്റും. അതുകൊണ്ട് പല ആളുകളും രഹസ്യമായി തുടങ്ങിയ പല തെറ്റുകളും അതിന്റെ പരിധി കഴിയുമ്പോൾ പുറത്തു വരികയും അപകടകരമായ ഒരവസ്ഥ സ്വന്തം ജീവിതത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിലെ മാന്യന്മാരും ആദരണീയരുമായ ആളുകളൊക്കെ പെട്ടെന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും നിന്ദ്യരായി തീരുന്നത് രഹസ്യമല്ലേ എന്ന് വിചാരിച്ച് ആരും അറിയില്ല വെച്ച് കൊണ്ടുവന്നു. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ സഹോദരങ്ങൾ അത് പുറത്തേക്ക് വരും. ഒരു തിന്മക്ക് അങ്ങനെയുണ്ട്. ഏത് തിന്മയും ഒരു പരിധി വിട്ടാൽ അത് പുറത്തേക്ക് വരും. ആരും അറിയാതെ മദ്യം ഉപയോഗിച്ചവൻ അതിന്റെ അളവ് വർദ്ധിച്ചു വരുമ്പോൾ അവൻ മദ്യപാനിയാകും. ഇന്നല്ലെങ്കിൽ നാളെ അവിഹിതമായ ഒരു ബന്ധം പരിശുദ്ധമെന്ന് വിചാരിച്ച് കാത്തുസൂക്ഷിച്ച് വന്നവൻ നാളെ ഒരിക്കൽ മറപ്പിച്ച് ചീന്തി പുറത്തു വന്ന് അവൻ അപമാനിതനാകും. തെറ്റുകൾക്ക് അങ്ങനെ ഒന്നുണ്ട്. ഇന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് രഹസ്യമല്ലേ, അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങുന്നത് രഹസ്യത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പുറത്തേക്ക് വരും. രണ്ടാമത്തെ എന്തറിയോ, രഹസ്യ ജീവിതം നമുക്കൊരു പരാജയം സമ്മാനിക്കും. നബി സ്വല്ലല്ലാഹു ഒരു വാക്ക് അല്പം ഈമാനുള്ളവന്റെ മനസ്സിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇനിയൊരു രഹസ്യ സംഗമം തിന്മയുടെ കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവില്ല. നബി സ്വല്ലല്ലാഹു പറയാണ്, ലമന്നാക്കുവാമൻ, എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, എനിക്ക് കുറച്ച് ആളുകളെ പരിചയമുണ്ട്. മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ടവരാണവർ. പർവ്വത സമാനമായ പുണ്യപ്രവർത്തനങ്ങളുമായി അവർ വരും. എന്താ പർവ്വത സമാനമായ പുണ്യപ്രവർത്തനം? സഹോദരങ്ങളെ, തഹജ്ജുദ്, വലിയ ദാനധർമ്മങ്ങൾ ഒക്കെ അവർ ചെയ്യും. എല്ലാം തിഹാമ ഭീമൻ, വെളുത്ത തിഹാമ പർവ്വതത്തെ പോലെ. വെളുത്തതാണ്, പർവ്വതമാണ്, കാണുന്നുള്ള കാര്യം ഉറപ്പല്ല. അത്ര നല്ല പുണ്യപ്രവർത്തനങ്ങളുമായിട്ട് വരും. എന്നിട്ട് അവനെന്ത് ചെയ്യും? അള്ളാഹു ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ധൂളികളാക്കി മാറ്റും. അവൻ ചെയ്ത നന്മ മുഴുവനും സഹോദരങ്ങളെ പൊടിച്ചു പാറ്റപ്പെടും. ഇത് കേട്ടുന്ന സഹാബികൾക്ക് സഹിച്ചില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകും ആ ചോദ്യം. റസൂലുള്ളാഹിയോട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റൂ.
പർവ്വത സമാനമായ പുണ്യങ്ങൾ ചെയ്ത് അത് മുഴുവനും ധൂളികളാക്കി പറത്തപ്പെട്ട് പരാജയത്തിലും നഷ്ടത്തിലും കലാശിക്കുന്നവരാരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബിസാസം അവർക്ക് പറഞ്ഞു കൊടുത്ത വാക്ക് എന്റെ സഹോദരന്മാർ ശ്രദ്ധിച്ചു കേൾക്കണം. അമ ഇന്നഹും അവരാരറിയോ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെ, വമിൻ ജില്ലത്തിക്കും നിങ്ങളിൽപ്പെട്ടവരാണവർ, വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ അവർ രാത്രി നമസ്കരിക്കുന്നവരാണ്. എന്നിട്ട് വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഹലൗ എന്നാൽ അവർക്ക് ആരും കാണാത്ത സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിയാൽ ബിമഹാരിമില്ലാഹി ഇൻതഹതുഹാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാര്യങ്ങളെ അവർ പിച്ചി ചീന്തുന്നതാണ്. സഹോദരങ്ങൾ, ഒരു ഭാഗത്ത് നന്മയുടെ മുഖം, മറ്റൊരു ഭാഗത്ത് സ്വകാര്യ ജീവിതത്തിൽ തിന്മകളുമായിട്ടുള്ള ബന്ധം. നോക്കൂ നിങ്ങൾ, അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പരലോകത്ത് എന്ത് ചെയ്യും? ധൂളികളാക്കപ്പെടുമെന്നാണ് നാം മനസ്സിലാക്കണം. അപ്പൊ രഹസ്യമാണ് എന്നത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ പരാജയവും അപകടവും നമുക്ക് നാളെ വരും. അതിലുപരി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മുടെ രഹസ്യമായിട്ടുള്ള തിന്മകൾക്ക് വേറൊരു കാര്യമുണ്ട് സഹോദരങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മസുഹൃത്തുക്കളോട്, ക്യാമ്പസിലെ ആണും പെണ്ണുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രഹസ്യ ജീവിതം പങ്കുവെക്കും. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് ഒരു സന്ദർഭത്തിലും, ഏത് ആത്മബന്ധത്തിലും, ഏത് സൗഹൃദത്തിന്റെ ഏത് നിമിഷങ്ങളിലും പങ്കുവെക്കരുത്. കാരണം തരും നമ്മളെ തെറ്റ് മുഴുവൻ പടച്ചോൻ മറച്ചു വെച്ചതുകൊണ്ടാണ് നമ്മൾ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും അപാകതകളുണ്ട്. അത് പരലോകത്തും കൂടെ മറച്ചു വെച്ച് സ്വർഗം തരാൻ പടച്ചോൻ തീരുമാനിച്ചുവെങ്കിൽ അത് മറ്റൊരു കാതിൽ എത്തിക്കാതിരിക്കുക. അത് പുറത്ത് കിട്ടാൻ തന്നെ പ്രയാസമാകും എന്ന് അള്ളാഹു നമ്മൾ അറിയിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ക്യാമ്പസിലുള്ള വിഹിതവും അവിഹിതവുമായ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ അരാജകത്വങ്ങളെയും തിന്മകളെയാണ്. നല്ലോണം സൂക്ഷിക്കണം സഹോദരങ്ങളെ. നമ്മുടെ രഹസ്യ ജീവിതത്തെ നാം നന്നായി കാത്തു സൂക്ഷിക്കണം. ഒരു പക്ഷേ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആമുഖം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ മാറാൻ റെഡിയാണ്, എന്നെ നിങ്ങൾ സഹായിക്കണം. സഹോദരങ്ങളെ, നല്ലൊരു മനസ്സ് അങ്ങനെ പറയാതിരിക്കില്ല. എന്നെ നിങ്ങൾ സഹായിക്കണം. ആ സഹായമാണ് സഹോദരങ്ങളെ ഈ പാനലിൽ ചെയ്യാൻ. നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. ഒരാളെ ചോദ്യം, നമ്മുടെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വകാര്യമായി വിളിച്ച് ഒരു കൗൺസിലിംഗ് നടക്കൂ. നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം. ഞാൻ പറഞ്ഞത് ആ ചോദ്യങ്ങൾ നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പുറത്തു കടക്കാൻ പറ്റാത്ത തിന്മകളെ കുറിച്ച്, അതിശക്തമായ തിന്മയാണെന്ന് മനസാക്ഷി പറയുമ്പോഴും ചില ന്യായങ്ങൾ പിശാചി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആ ന്യായങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് നമ്മൾ വിശകലനം നടത്തണം. അത് ശരിയല്ലെങ്കിൽ, അതൊരു വലിയ തിന്മയാണെങ്കിൽ സഹോദരങ്ങളെ, പരലോകത്ത് അപകടം നമുക്ക് സംഭവിക്കും. ഒരു സ്മോക്കിങ്ങിന്റെ അഡിക്ഷൻ ആയാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട്. അതിന് മതപരമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. സഹോദരങ്ങൾ, ഒരു പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ പോലും നമുക്കിടയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ നമുക്ക് അവിഹിതമെന്ന് തോന്നാത്ത അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാകും. അത്തരം ബന്ധങ്ങളിൽ നമുക്ക് നമ്മുടേതായ ചില ന്യായങ്ങളുണ്ടാകും. ആ ന്യായം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്ന ന്യായമായിരിക്കാം. പക്ഷെ ഇസ്ലാമികമായി ആ ന്യായം എത്ര ശരിയാണെന്ന് നമ്മൾ ഇവിടെ ഒരു ആത്മപരിശോധന നടത്തണം. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും നെറ്റും ഒരു പക്ഷേ കണക്കില്ലാത്ത പാപങ്ങളെ ഓരോ ദിവസം ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ കർമ്മരേഖയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരിക്കാം. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ചും അതിന്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഹൃദയം തുറന്ന് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് സംശുദ്ധമായ ഒരു മനസ്സോടുകൂടെ അതിന്റെ നിർവൃതിയും ആഹ്ലാദവും ആനന്ദവും അനുഭവിച്ച് രഹസ്യവും പരസ്യവും ഒരുപോലെയാക്കി മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, ആത്മധൈര്യത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ ജീവിക്കുവാനും മരണത്തെപ്പോലും അതിജീവിക്കുവാനും പരലോകത്ത് വിജയം വരിക്കുവാനും നമുക്ക് പറ്റും. അതുകൊണ്ട് ഇനി കർമ്മരേഖകൾ ലഭിക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റ് മുതൽ മരണം വരെയുള്ള ഡേറ്റുകളിൽ പാപങ്ങളുടെ എണ്ണം കുറക്കാൻ, നമ്മുടെ തിന്മകളെ കുറക്കാൻ, നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ ഒരു പുതിയ വഴിത്തിരിവിലൂടെ, ഒരു പുതിയ പാതയിലൂടെ പോപ്കോണിൽ നിന്നും നമുക്ക് തിരിച്ചു പോകാൻ, നമ്മളിലുള്ള ആ മാറ്റം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അധ്യാപകന്മാർക്കും സമൂഹത്തിനും അനുഭവിക്കാനും, അതോടൊപ്പം നാളെ പരലോകത്ത് ഏറ്റവും സന്തോഷകരവും ആഹ്ലാദകരവുമായ പൂർണ്ണ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഈശത്തുൻ റാളിയത്ത് എന്ന് വിശേഷിക്കപ്പെട്ട സ്വർഗത്തിന്റെ ഉടമകളാകുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവരും ഒരു നിമിഷ നേരത്തേക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. പെൺകുട്ടികളുടെ ഭാഗത്തും എഴുന്നേറ്റ് നിൽക്കണം.
അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ സ്നേഹവും കാരുണ്യവും നമ്മളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ പ്രോഫ്കോണിൽ പങ്കെടുക്കാൻ അള്ളാഹുത്താല നമുക്ക് അവസരം നൽകിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വരാനും ഇവിടെ ഇരിക്കാനും അവസരമില്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും പരലോകത്തും ഏറ്റവും പ്രയാസവും ശിക്ഷയും നേരിടുന്ന ആളുകളായി നമ്മൾ അപമാനിക്കപ്പെടുന്ന വഷളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ നാം ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. വളരെ സീരിയസ് ആയ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചർച്ചയുടെ ഫ്രെയിം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ബഹുമാനായ ഹാരിസ് ബിൻ സലീമിന്റെ ആമുഖ ഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, നമുക്ക് ഉറക്കം കിട്ടാതെ പോകുന്ന, വല്ലാതെ കുറ്റബോധം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പസ് തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളിൽ എന്താണ് പരിഹാരം, അത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുവാൻ അനുവാദമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇസ്ലാമിന് വല്ല നിലപാടുമുണ്ടോ? ഇത് നിങ്ങളുടെ സംശയം അല്ല, ഇത് നിങ്ങളെ ബന്ധപ്പെടുന്ന കാര്യവും ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെതാവാം, നിങ്ങളുടെ റൂംമേറ്റിൻ്റെതാവാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു കസിന്റെയോ റിലേറ്റീവിന്റെയോ ആവാം. പക്ഷേ ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതോടുകൂടി അതേ ചോദ്യം മനസ്സിൽ പ്രശ്നമുണ്ടാക്കുന്ന, അതേ ചോദ്യത്തിന് ഉത്തരത്തിന് വേണ്ടി കാലങ്ങളായി ദാഹിക്കുന്ന നൂറുകണക്കിന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും അത്. ആ ഒരു ബോധ്യത്തോടുകൂടി, നല്ല നീയത്തോടുകൂടി നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്നാമത്തെ വേദിയുടെ മുൻവശത്ത് ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിറകിലും ഒരു സ്റ്റാൻഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗേൾസിന്റെ ഭാഗത്തും മൈക്കുണ്ട്. അതിൽ ഓരോരുത്തരായി വന്ന് നിങ്ങൾക്ക് വളരെ ചുരുക്കി കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് തീർത്തും ഗൗരവമായ നമ്മളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച ചർച്ച